ലക്കി ഭാസ്കർ എന്ന സൂപ്പർ ഹിറ്റ് പടത്തിന് ശേഷം വെങ്കി അല്ലൂരി സംവിധാനം ചെയ്ത് സൂര്യ നായകനായിട്ട് വരുന്ന സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. സൂര്യയുടെ ടൈറ്റിൽ കാർഡ് കിട്ടില്ലായിരുന്നു. ദ വൺ സൂര്യ, പഴയ നടപ്പിൻ നായകൻ. ഇത് തന്നെ സെറ്റ്, ഒരു ഗത്തുണ്ട് അതിൽ. അത് ടൈറ്റിൽ കാർഡിൽ ഒരു ഗത്ത് ഇருக்கு. എൻ്റെ ഇടയ്ക്ക് സിംഹമൊക്കെ വന്ന് പോകുന്നുണ്ട്. നൈസായിരുന്നു. സൂര്യയുടെ ക്യാരക്ടർ സഞ്ജയ് രാമസ്വാമി അല്ല, സഞ്ജയ് വിശ്വനാഥ്. നല്ല മില്യനറാണ്. പണക്കാരൻ സഞ്ജയ് സൂര്യ, അതൊരു നല്ല കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു. ഹിറ്റ് കോംബോ ആണെന്ന് തോന്നുന്നു. ഈ പടവും തീർച്ചയായിട്ടും തിയേറ്ററിൽ വിജയിക്കും. കാരണം ഈ സിനിമ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഫ്ലേവേഴ്സൊക്കെ ഈ സിനിമയിൽ ഇഷ്ടം പോലെയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 60% എൻ്റർടൈൻമെൻറ്റ്, ഒരു 20% സീരിയൽ, ഒരു 20% ക്രിഞ്ച്. അതാണ് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നീയൊക്കെ എല്ലാം തകഞ്ഞ സിനിമ നീ പോയി ചെയ്തിട്ടു അവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു എല്ലാ സിനിമയ്ക്കും ഇങ്ങനെ DC-യുടെ ഒക്കെ എൻ്റെ ഒപ്പീനിയൻ ഇവിടെ ഉണ്ട്. ലോകേഷ് കനകരാജൻ്റെ കുഞ്ഞമരം മോനൊന്നുമല്ല. അതേപോലെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിൽ പ്രൗഡ് മൊമെൻറ്റ് മമിത ബൈജു. നമുക്ക് അഭിമാനിക്കാടായി. കാരണം നമ്മുടെ ഇവിടെ സൈഡ് റോൾ ചെയ്ത് നടന്ന ഒരു കൊച്ച് തമിഴ്നാട്ടിൽ പോയിട്ട് വിജയുടെ കൂടെ തോളിൽ നിന്ന് ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. സൂര്യയുടെ കൂടെ പെയറായിട്ട് വന്നിരിക്കുകയാണ്. അഭിമാനിക്കാം. ഈ സിനിമയിലെ മെയിൻ അട്രാക്ഷനും മെയിൻ പെർഫോമൻസും കീ അത് മമിത തന്നെയാണ്. കാരണം മമിത പലരും ക്യൂട്ട്നെസ് ഓവർലോഡഡാണ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും മമിത ഇത് വേറൊരാൾ ചെയ്ത് ഞങ്ങൾക്ക് ചിലപ്പോൾ ഓവറായി കൊള്ളാം. അത് ഭയങ്കര കൺവീൻസ്ഡ് ആയിട്ട് നല്ല രസമായിരുന്നു. നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ മമിത ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. 1. 2, കറുപ്പ് സൂര്യയുടെ തിരിച്ചു വരവ് എന്ന് പലരും പറയുന്നുണ്ട്. ഓക്കെ, പടം നല്ല വിജയിച്ചു. ഫാൻസിന് മാത്രം തിരിച്ചു വന്നാൽ പോരല്ലോ, അല്ലാതെ ഫാമിലി ഓഡിയൻസിനും ബാക്കി കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവർക്കും കൂടി സാറ്റിസ്ഫൈഡ് ആവണ്ടേ. അങ്ങനെ സൂര്യ, നമ്മൾ പഴയ സൂര്യ, ക്യൂട്ട് സൂര്യ ഇതിൽ കാണാൻ പറ്റും. ത്രൂ ഔട്ട് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇമോഷണൽ സീൻസ് എല്ലായിടത്തും സൂര്യ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്ത് പറയേണ്ടത് രാധിക ശരത്കുമാറിൻ്റെ ഗംഭീര പെർഫോമൻസ്. ഇങ്ങനെ ഒരു അമ്മ നമുക്കുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന അത്രയും രീതിയിൽ വാത്സല്യം കൊഞ്ചാൻ തോന്നുന്ന ഒരമ്മ, ക്യൂട്ടമ്മ, ഗംഭീര പെർഫോമൻസ്. ഈ പടത്തിൽ തുടക്കത്തിൽ ഈ പറഞ്ഞ ഒരു പണക്കാരനാണ്, പക്ഷേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. അമ്മയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ പണക്കാരുടെ ജീവിതം അങ്ങനെയൊക്കെ പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവിചാരിതമായിട്ട് മമിത ബൈജുവിൻ്റെ കഥാപാത്രം വരുന്നു. പിന്നെ മറ്റേ പശ ഒട്ടും പോലെ ഇവിടെ ഒട്ടയാണ്. ഒഴിഞ്ഞു പോകാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ടോർച്ചറായിരുന്നു ആദ്യം. പിന്നെ പതുക്കെ ഈ ഫാമിലിയായിട്ട് കണക്റ്റഡ് ആവുന്നു. പിന്നെ ഈ റിലേഷൻ എങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇതിൽ ഇവരുടെ റിലേഷനും നമുക്ക് ഇത്ര ഏജ് ഡിഫറൻസ് ഉള്ള 2 പേര് തമ്മിൽ കിളവം വന്ന് കൊച്ചു പെണ്ണിനെ അങ്ങനത്തെ ഒരു സാധനം ഇവിടെ തോന്നത്തില്ല. ഇവരുടെ ഇമോഷൻ നമുക്ക് ഫീൽ ആവും. ഇവരുടെ കണക്ഷനും ഇവക്കുള്ള ലവും നമുക്കവിടെ ഫീൽ ആവും. അത് ഗംഭീരമായിട്ട് പെർഫോമൻസിലായാലും എഴുത്തിലായാലും വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷനും ഇവരുടെ ഒരു ഇമോഷനും കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ടായിരുന്നു. പടത്തിൽ ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു ആദ്യത്തെ ഒരു 45 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന് കണ്ടോട്ടിരിക്കും. അത്രയും ക്യൂട്ടാണ് പടം. ഇങ്ങനെ നല്ല പ്ലസൻ്റ് ആയിട്ട് ഈ സിനിമ അങ്ങോട്ട് പോകുന്നു. ചെറിയ ഇമോഷണൽ സാധനങ്ങൾ വരുന്നുണ്ട്. അതും വർക്കാവുന്നുണ്ട്. അവിടെ എടുത്തു പറയേണ്ടത് GV പ്രകാശ് കുമാർ തന്നല്ലടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഏറിപ്പോവാൻ വയ്യ. ഇപ്പോൾ എല്ലാം 2 പ്രാവശ്യം കൺഫേം ചെയ്തിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മ്യൂസിക്കാരടാ GV പ്രകാശ് കുമാറിൻ്റെ ഗംഭീര മ്യൂസിക് ക്ലാസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് റിച്ച് ആയിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. തെലുങ്ക് പടങ്ങൾ കാണുന്നതിൻ്റെ ഒരു ഫ്ലേവർ അവിടെ ആയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നല്ല പ്രൊഡക്ഷൻ ഡിസൈനും നന്നായിട്ടുണ്ടായിരുന്നു. ബംഗാളൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ടെക്നിക്കൽ സൈഡ് നവീൻ നൂലി ഗംഭീര എഡിറ്റിംഗ് ആണ്. അതുപോലെ നിമിഷ് രവിയുടെ ക്യാമറയാണ്. അതിൻ്റെ ക്വാളിറ്റി പടത്തിനുണ്ട്. ഇങ്ങനെ പോയിട്ട് ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഇദ്ദേഹത്തിൻ്റെ സൂര്യയുടെ ഫാൻ സർവീസിന് വേണ്ടി കുറച്ച് സീനുകൾ വെച്ചിട്ടുണ്ട്. ഫോഴ്സ്ഡായിട്ട് അത് കയറ്റിയതാണെങ്കിൽ കൂടെ അത് സൂര്യയുടെ ഒരു സ്വാഗ് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ആസ്വദിക്കാൻ പറ്റും. നല്ല രസമായിരുന്നു. പക്ഷേ അവിടെയും ഇതിൽ പാസ് ചെയ്യണം. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഉപദേശം കയറി വരുന്നുണ്ട്. അവിടെയാണ് ക്രിഞ്ച് അടിക്കണേ. അത് പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ്റെ പണത്തിൻ്റെ പണക്കാരൻ എന്നുള്ള ഹുങ്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇദ്ദേഹം ഉപയോഗിക്കുന്നതും പണം തന്നെയാണ്. പണത്തിൻ്റെ അത് പടമുള്ളതുകൊണ്ടുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ജോർജ് മരിയൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സാധനം വരുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് ഉപദേശത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് അത് രസമായിരുന്നത്. പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ അത് കുറച്ച് നീണ്ടു പോയിട്ട് ലാസ്റ്റ് അയ്യോ അവിടെ ഒരു മീഡിയക്കാരൻ വന്നിട്ട് അമ്മയെ വിളിക്കണം. അമ്മയെന്ന് അച്ഛനെ ആരെ വിളിക്കുക, എന്തൊരു ക്രിഞ്ച്. ഇങ്ങനെ 1-2 ക്രിഞ്ച് കല്ലുകടി ഉണ്ടായിരുന്ന പോലും ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിരുന്നു. നന്നായിട്ട് ഓളത്തിൽ ആസ്വദിച്ച് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു പ്രധാന കല്ലുകടി എനിക്ക് തോന്നിയത് ചുമ്മാ അവിഹിതം, പരസ്ത്രീ ബന്ധം, വ്യഭിചാരം, ഇതൊക്കെ ചുമ്മാ അങ്ങ് നോർമലൈസ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്ത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും സിംപ്ലിഫൈ ചെയ്ത് അങ്ങ് പോവുകയാണ്. എന്തിനാണ് അങ്ങനെ? ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇതിൽ കടാകടിയന്മാരായിട്ട് കുറേ പേര് വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല.
അതല്ല ചുമ്മാ ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗം മാൻ എന്ന് പറയും പോലത്തെ എനിക്ക് അത്ര സിംപ്ലിഫിക്കേഷൻ എനിക്കത് വർക്കൗട്ട് ആവില്ല. ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ എന്നെ തന്ത വൈബെന്ന് പറയും, ഐ ഡോണ്ട് കെയർ. അങ്ങനെ ചുമ്മാ അങ്ങനെ കയറ്റി പെരുപ്പിച്ച് കയറ്റേണ്ട കാര്യം എന്തിനാണ് എനിക്ക് അറിഞ്ഞുകൂടാത്. അങ്ങനെ കുറേ ഇടത്ത് കല്ലടി വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പടം ചെറുതായിട്ട് ട്രാക്ക് മാറി ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, പാസം, സീരിയൽ പരിപാടിയിലേക്ക് പോകണം. അവിടെയൊക്കെ കുറേ ക്രിഞ്ച് മീൻസ് സീരിയൽ സാധനം, ഓവർ ദ ടോപ്പ് പരിപാടിയൊക്കെ അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും സൂര്യയുടെ ഹീറോയിസം കാണിക്കാനുള്ള സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് മമിത ബൈജുവിൻ്റെ ഒരു സോങ് വരുന്നുണ്ട്, ഫസ്റ്റ് ഹാഫിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൊറിയോഗ്രഫി ഗംഭീരമാണ്. ഈ ഇടയ്ക്ക് കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കൊറിയോഗ്രഫി എന്ന് പറയാം. സെക്കൻഡ് ഹാഫ് ഒരുപാട് നേരം ഇതാണ് സീരിയൽ ക്രിഞ്ച് പ്ലസ് കുറേ ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ പോവും എന്ന് പറഞ്ഞാൽ പടം നമുക്ക് കണ്ണെട് ഒരു അയ്യേ ഇഴിച്ച് പോവാം അങ്ങനത്തെ ഒരു സാധനം വരത്തില്ല. ലാഗ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പക്ഷേ ഇതാണ് ഇടയ്ക്ക് ക്രിഞ്ച് കുറച്ച് കടുത്ത് പോയില്ലേ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഫാമിലിയുടെ അതിപ്രസരം ആൾക്കാരൊക്കെ സീരിയൽ ലെവലിൽ കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോയി. പിന്നെ ഇവരുടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ മമിത ബൈജുവിൻ്റെ ക്യാരക്ടറിലേക്ക് വീണ്ടും മമിത ബൈജുവിനെ കേന്ദ്രീകരിച്ച് സിനിമ എപ്പോൾ പോകുന്നു അപ്പോഴൊക്കെ സിനിമ ഭയങ്കര രസമാണ്. അത് മാറിപ്പോകുമ്പോഴാണ് ചെറിയൊരു ഡീവിയേഷനും ഇതൊക്കെ നമുക്ക് തോന്നുന്നത്. ക്ലൈമാക്സ് വാസ് ഗുഡ്, നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊരു ഈ പടം ഒരു ഫാമിലി റൊമാൻറ്റിക് ഫീൽ ഗുഡ് ഡ്രാമ ടൈപ്പിൽ തീർച്ചയായിട്ടും ഫാമിലിക്ക് പോയി കാണാം. ഈ പറഞ്ഞ അവിഹിതത്തിൻ്റെ കേസ് ഒക്കെ ഉണ്ട്, അത് കുറച്ച് കല്ലടിയായിരിക്കും. അല്ലാതെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒരു ക്യൂട്ട് പടം. സൂര്യയെ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സൂര്യയില്ലേ, ആ സൂര്യയെ നമുക്കിതിൽ കാണാൻ പറ്റും. മമിത ബൈജുവിനെ കാണാൻ പറ്റും. പിന്നെ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത് രവീണ ടണ്ടനുണ്ട്, നാസറുണ്ട്, കാളി വെങ്കട്ടുണ്ട്, ഭവാനി ശ്രീ വിടുതലയുടെ ഉള്ള നടി, പിന്നെ അനാർക്കലി വരയ്ക്കാറുണ്ട് കേട്ടോ. അത് ഒരു സർപ്രൈസായിരുന്നു. അനാർക്കലി വരയ്ക്കാറ് ചുമ്മാ അല്ല, സൂര്യയായിട്ട് കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട് അനാർക്കലി വരയ്ക്കാറിന്. അപ്പോൾ ഇതൊക്കെ തന്നെ ഫൈറ്റ് മാസ്റ്റർ വി വെങ്കട്ട്, ഫൈറ്റ്സൊക്കെ അത്യാവശ്യം രസം ഉണ്ടായിരുന്നു. കളറിസ്റ്റ് വൈശാഖ് ശിവ ഇതെടുത്ത് പറഞ്ഞാൽ, കോസ്റ്റ്യൂം ഡിസൈനർ എടുത്ത് പറഞ്ഞാൽ ഗംഭീര കോസ്റ്റ്യൂമാണ് രണ്ടുകൂടും കൊടുത്തിരിക്കുന്നത്. മമിതയ്ക്കും നമ്മുടെ സൂര്യയ്ക്കും. അർച്ചന റാവു, സന്ധ്യ സുബ്രാവു ഇതൊക്കെയാണ് ബാക്കി ടെക്നിക്കൽ സൈഡ്. നിങ്ങൾ ഒരു ഗംഭീര പടം ഭയങ്കര ഫീൽ ഗുഡ് മറ്റേ വെമ്പി പുറത്ത് വരുന്ന അയ്യോ നിറഞ്ഞ് കൈയടിക്കണേ ആ പരിപാടിയൊന്നുമില്ല. രസിക്കും, തിയേറ്ററിൽ രസിക്കാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന കുടുംബമായിട്ട് കാണാവുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു പഴയ സൂര്യയുടെ ഒരു തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ എന്നൊക്കെ പറയാം. പഴയ സൂര്യയുടെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സൂര്യയെ പലയിടങ്ങളിൽ ഇതിൽ കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ നാളെ ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ വരെയാണ്. രണ്ടാമത്തെ ചാനലിൽ ഞാൻ ഉണ്ടാവും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.